മാക്സിമം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ വാഹനത്തിന് മാർക്കറ്റ് പ്രൈസ് ഇതിലേറെ കൂടുതലുണ്ട്. ഗ്രിഡ് വാല്യൂ കൂടുതലുള്ളത് കാരണമാണ് ഇതിന് ഫുൾ എമൗണ്ട്, അത് ചെറിയ എമൗണ്ട് നമുക്ക് മുടക്കേണ്ടി വരുന്നത്. ഇത് 2013, ഇത് പോളോ GT ഡീസൽ GT ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് നമ്മൾ കാണാറുണ്ട്. ഡീസൽ GT വളരെ റയർ ആയിട്ടുള്ളൂ. ഏകദേശം 50,000 രൂപയ്ക്ക് നമുക്ക് XUV സ്വന്തമാക്കാം. ആവറേജ് കണ്ടാൽ ഒരു 7 സീറ്റർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 45,000 കിലോമീറ്റർ XM പ്ലസ് എന്ന് പറയുമ്പോൾ എന്താ മാറ്റം വരുന്നത്? അത് അലൈസും എല്ലാം വരുന്നുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് നാളുകൾ കഴിഞ്ഞ് വീണ്ടും ഒരു ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ്. മാനൂസ് കാർ വേൾഡ്. മാനൂക്ക നമ്മുടെ കൂടെ ഉണ്ട്. ലൊക്കേഷൻ വരുന്നത് വള്ളുവമ്പ്രമാണ്. മലപ്പുറം ജില്ലയാണ് വരിക. കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ വള്ളുവമ്പ്രം റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് മാനൂസ് കാർ വേൾഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോഡൽ കൂടിയ കോമ്പാക്ട് SUV സെഗ്മെൻ്റാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത് അല്ലേ? XUV, കോമ്പാക്ട് XUV, പിന്നെ 6-7 വണ്ടികൾ ഓട്ടോമാറ്റിക്കുകളുണ്ട്, ചെറുതുണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. എല്ലാ ടൈപ്പും ഉണ്ട്. ഹൈലൈറ്റ് ഇതാണ് നമ്മൾ മുന്നേ ചെയ്തതിലും. കുറച്ച് വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഗ്യാപ്പായില്ലേ? കുറച്ച് ഗ്യാപ്പായി. ഷോറൂമിലൊക്കെ വർക്കൊക്കെ ഉണ്ടായിരുന്നു. വർക്ക് ഉണ്ടായി, പിന്നെ മാറി. പിന്നെ നമുക്കായിട്ട് യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ മാനൂസ് കാർ വേൾഡ് അല്ലേ? ഓക്കെ. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്താ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടികൾ ഏതൊക്കെ സെഗ്മെന്റ് ഉണ്ട്? എല്ലാവരും ഓട്ടോമാറ്റിക് സെഡാൻ ടൈപ്പ് ഉണ്ട്, കോമ്പാക്ട് XUV ഉണ്ട്, അതേപോലെ XUV-കളുണ്ട്, എല്ലാ ടൈപ്പ് എല്ലാ വാഹനങ്ങളുണ്ട്. വണ്ടി നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടോ? എല്ലാം നല്ല വെൽ നീറ്റ് ആണ്. പിന്നെ അതേപോലെ ഒരു ഓഫർ ഉണ്ട് നമ്മൾ. എന്താ പറഞ്ഞോളൂ? അതായത് ഞങ്ങളെ 25ാം വാർഷികമാണ്, മാനൂസ് കാർ വേൾഡിന്റെ 25ാം വാർഷികമാണ് വരാൻ പോവാ ഈ 2024. അപ്പൊ 2024 ജനുവരി മുതൽ 2024 ഡിസംബർ വരെയുള്ള ഒരു വർഷ കാലയളവിൽ മാനൂസ് കാർ വേൾഡിൽ വാഹനം വാങ്ങുന്നതിന് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മലേഷ്യയിലേക്കുള്ള ഫുൾ പാക്കേജ്, ഫ്രീ ട്രിപ്പാണ്. മലേഷ്യൻ ട്രിപ്പ് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മാനൂസ് കാർ വേൾഡിൽ വണ്ടി എടുത്ത്, അതായത് ഇപ്പൊ എടുക്കുന്ന കസ്റ്റമർ എങ്ങനെയാ? ഇതുവരെ എടുത്ത കസ്റ്റമർ എല്ലാം ജനുവരി 2024 കസ്റ്റമറിന് മാത്രമുള്ള ഓഫറാണ്. അത് ഞങ്ങൾ ലാസ്റ്റ് ഈ ഡിസംബർ 25-ന് ക്രിസ്മസിന്റെ അന്ന് ഞങ്ങളൊരു മ്യൂസിക്കൽ ഇവന്റ് ഒക്കെ വെച്ച് ഒരു ഇതായിട്ട് പൊതുവായിട്ടുള്ള നറുക്കെടുപ്പ് ഉണ്ടാവും ലാസ്റ്റിലേക്ക്. അപ്പോൾ ഈ ഒരു വർഷമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. താല്പര്യമുണ്ട് പെട്ടെന്ന് തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കാം. നമ്മൾ മേലെ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കാം. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ട്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാ അക്കൗണ്ടുകൾ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് വയനാട്ടിലോ മൂന്നാറിലോ ഒരു 5 സ്റ്റാർ റിസോർട്ടിലുള്ള താമസം ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ 1 ഇയറിനുള്ളിലാണ്. എങ്ങനെയാണ്? അത് ഞങ്ങൾക്ക് 20K വരുന്നത്. 20K വരുന്ന സമയം വരെ. അതായത് യൂട്യൂബാണോ അല്ലെങ്കിൽ ഇൻസ്റ്റ 20K ആകുന്ന സമയത്ത് അതും നറുക്കെടുക്കുന്നതാണ്. അപ്പോൾ അതിന്റെ നമ്പർ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് 9188551234. ഓക്കെ, ആ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. 20K ഇൻസ്റ്റാഗ്രാമിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റിസോർട്ടിന്റെ ഓഫർ കൂടെ ലഭിക്കുന്നുണ്ട് നറുക്കെടുപ്പിൽ. പിന്നെ അതേപോലെ എല്ലാ വാഹനം വാങ്ങുന്ന ആളുകൾക്കും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഓക്കെ, അടിപൊളി. അപ്പോൾ എല്ലാവർക്കും ഉണ്ട്, പ്രേക്ഷകർക്കും ഉണ്ട്, ഇവിടുന്ന് വാഹനം എടുക്കുന്നവർക്കും എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം അല്ലേ? ഓക്കെ. ആദ്യ വാഹനം ഹ്യുണ്ടായി ക്രെറ്റയിൽ തുടങ്ങാം. KL 59 രജിസ്ട്രേഷനാണ്. കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വാഹനം. പഴയ ഷേപ്പാണ്. ഇത് 2018 മോഡൽ. 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ SX ഓപ്ഷനിൽ വരുന്ന വാഹനം. XS പ്ലസ് ആണ്. ഓപ്ഷനിൽ ഇതിന്റെ മേലെ വരും, അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. എയർ ബാഗിന് നടത്തിൽ അങ്ങനെ കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ, ബാക്കിയെല്ലാം. ഓക്കെ, ഡീസൽ ഒരു 15-16 മൈലേജ് ഉണ്ടാവും. 18 വരെയൊക്കെ കിട്ടും. 1.6 ആണ് പവറും മൈലേജും ഒത്തണെങ്കിൽ ഒരു വാഹനം അല്ലേ? നീറ്റ് അല്ലേ? ക്ലെയിം ഒന്നുമില്ല, നല്ല നീറ്റ് ആയിട്ടുള്ള വാഹനം. ടയേഴ്സ് ഉണ്ട് കേട്ടോ. പുതിയ ടയേഴ്സിന്റെ എല്ലാം ഫുൾ നീറ്റ് വേണം. പ്രോപ്പർ സർവീസ് പോയതാ? കറക്റ്റ് സർവീസ് എല്ലാം ടെസ്റ്റ്. കാരണം ഇപ്പൊ 65 വരെ സർവീസ്, ഇപ്പൊ 71,000 കിലോമീറ്റർ ചെയ്ത്. ഓക്കെ, പ്രോപ്പർ സർവീസ് പോയിട്ട് ഹിസ്റ്ററി നിങ്ങൾക്ക് എടുക്കാനും പറ്റും, ഒരു വിഷയമില്ല. ഓക്കെ, പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് 11,10,000 രൂപ കൊടുക്കാം. 11/10 2018 ഡീസൽ SX പ്ലസ് ക്രെറ്റ 65,000 കിലോമീറ്റർ ഓടിയ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. സിംഗിൾ ഓണർഷിപ്പിലാണ്. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഫുൾ സർവീസ് ഹിസ്റ്ററി എല്ലാം പോയതാണ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ലോണ് എത്ര കയറാൻ? ലോണ് ഒരു 10.5 ലക്ഷം ലോണാണ്. 11 വരെ 10.5 മാക്സിമം ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, നമ്മുടെ ട്രാക്ക് കൂടെ നോക്കിയിരിക്കും, ആ എടുക്കുന്ന പാർട്ടിയുടെ ട്രാക്ക് കൂടെ നോക്കിയിട്ടായിരിക്കും ലോണ്. നമ്മളെല്ലാ വീഡിയോസിലും പറയാറുണ്ട്. എന്നാലും പലരും ഷോറൂമിലേക്ക് വന്നിട്ട് വീഡിയോ ചോദിക്കും എന്താ കിട്ടാത്തതില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ് ജീപ്പ് കോമ്പസ് KL 16
മൂവാറ്റുപുഴ സോറി ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ 17 അല്ല മൂവാറ്റുപുഴ, സോറി മറുപടി. തിരുവനന്തപുരം ജില്ലയാണ് ആറ്റിങ്ങൽ. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് 2018 മോഡൽ, 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ്. 1,00,000 ആയിട്ടില്ല, 1,00,000 താഴെ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ലിമിറ്റഡ് പ്ലസ് ലിമിറ്റഡ് ഓപ്ഷൻ വരുന്ന വാഹനം. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. ഫുൾ ഓപ്ഷൻ. ഓക്കെ. പിന്നെ ഡ്യുവൽ ടോൺ വരുന്നുണ്ട്. നല്ല സീറ്റ് കാര്യങ്ങളല്ലാണ്ട് പിന്നെ ഇതിലെ ആൻഡ്രോയിഡ് സെറ്റ് എല്ലാം ജീപ്പിന്റെ തന്നെ വേറെ സെറ്റ് വെച്ചിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് കറക്റ്റ് കമ്പനി സർവീസുകളാണ്. എക്സ്റ്റൻഡ് വാറന്റി 2 വർഷത്തേക്ക് എക്സ്റ്റൻഡ് വാറന്റി ഉണ്ട്, നിലവിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടിക്ക് പണി വരുമ്പോൾ കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്തെടുക്കാം. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, ഒരു പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകത്തില്ല. 2018 ലിമിറ്റഡ് 1 ലക്ഷത്തിൻ്റെ അകത്തായിട്ട് ഓടിയ വാഹനമാണ്. പ്രോപ്പർ ഹിസ്റ്ററി എല്ലാം ഉണ്ട്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. ഒരു 15 റേഞ്ചൊക്കെ മൈലേജ് ഉണ്ടാവും. 15 അപ്പോൾ കിട്ടും, അത്രയും കിട്ടും. ഓക്കെ, പ്രതീക്ഷിക്കാം എന്തായാലും. പിന്നെ ഇതൊക്കെ നോർമൽ മെയിൻ്റനൻസ് കോസ്റ്റ് അല്ല. റെഗുലർ സർവീസ് പോവുകയാണെങ്കിൽ നിങ്ങൾ 15,000 കിലോമീറ്ററിന് ഒരു 15,000 20,000 രൂപയൊക്കെ കാണേണ്ടി വരില്ല എന്തായാലും റെഗുലർ സർവീസിന്. ഓക്കെ, അത്രയേ ഉള്ളൂ. പ്രൈസ് ഇതിൽ ഫൈനൽ നമുക്ക് 12,75,000 രൂപ കൊടുക്കാൻ പറ്റും. 12,75. ഓക്കെ. ഇതിന് ലോൺ വേണമെങ്കിലും ഫുൾ എമൗണ്ട് ലോൺ കിട്ടും. ഫുള്ള് കിട്ടും. നോർമൽ ട്രാക്കിൻ്റെ കിട്ടും. നോർമൽ ട്രാക്ക് ഉണ്ടെങ്കിൽ, കാരണം 10 ലാഖിന് അബവ് ആണ്. അപ്പോൾ IT അടിച്ചതൊക്കെ മറ്റു കാര്യങ്ങളെല്ലാം വേണ്ടി വരും. അതാണ് നോർമലാണ്, കിട്ടില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. ഓട്ടോമാറ്റിക് ക്രെറ്റ KL 25 പുനലൂർ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, XX പ്ലസ്. സെയിം ഓപ്ഷൻ അല്ല നേരത്തെ വേണ്ട ഫുള്ളിൻ്റെ. അതെ, കിലോമീറ്റർ 1,10,000 കിലോമീറ്റർ. ഓക്കെ, കറക്റ്റ് കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന് നമുക്ക് 8,70,000 രൂപ കൊടുക്കാൻ പറ്റും. 8.25 ലക്ഷം രൂപയ്ക്ക് 2016 ഓട്ടോമാറ്റിക് SX പ്ലസ് ക്രെറ്റ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1.10 ഓട്ടം. പെട്രോളാണ് വരുന്നത് അല്ലേ? പെട്രോളാണ്. ഓക്കെ, ടോർ കൺവെർട്ടറാണ്. നല്ല സ്മൂത്ത് ആയിരിക്കും അല്ലേ? ഓടിക്കാനൊക്കെ സ്മൂത്ത് ആയിരിക്കും. പിന്നെ പ്രീമിയം ലെവൽ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ലക്ഷറി സീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു നീറ്റ് വണ്ടി. ഫുള്ള് സർവീസ് ഹിസ്റ്ററി ഉണ്ടെന്ന് പറഞ്ഞു. കറക്റ്റ് കമ്പനി. ഓക്കെ, എല്ലാം പോയിട്ടുണ്ട്. ഓക്കെ, പുനലൂർ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ 8.5 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ചെറിയ എമൗണ്ടിൽ ഇറക്കാം. അത് ശരി. ഓക്കെ, 8.25 ചോദിച്ചത്. 8.5 വരെ ലോണും കിട്ടുന്നുണ്ട്. 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ക്രെറ്റ ഇറങ്ങാം, ഓട്ടോമാറ്റിക് ക്രെറ്റ. നല്ല ഓഫർ. ഓക്കെ, അടുത്ത വണ്ടി ഇനോവ ക്രിസ്റ്റ KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. പറഞ്ഞോളൂ എങ്ങനെയാണ് കാര്യങ്ങൾ. 2018 മോഡല് G4 ഓട്ടോമാറ്റിക് 2.8. 2.8 ഓട്ടോമാറ്റിക് ആണല്ലോ. ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വാഹനമാണ്. അത് 85,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? ഓട്ടോ 86,000. 86,000. ഇത് നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. വണ്ടി നീറ്റാണ്. നല്ല ടയർ പുതിയതുണ്ട്. ടയേഴ്സ് ഉണ്ടല്ലോ നല്ല. ഓക്കെ, പറഞ്ഞോളൂ പ്രൈസിങ് എങ്ങനെ? നമുക്ക് 21 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 21 lakhs ഓട്ടോമാറ്റിക് ക്രെറ്റ G4 2018 വാഹനം അല്ല. ഓക്കെ, ലോൺ എത്ര കയറാൻ? നമുക്കൊരു 18 രൂപ 19 രൂപേൻ്റെ താഴെയായിട്ട് ലോൺ ചെയ്യും. താഴെയായിട്ട്. ഓക്കെ, ഇതും പ്രോപ്പർ സർവീസ് എല്ലാം കറക്റ്റ് കമ്പനി സർവീസ്. ഓക്കെ, ഹിസ്റ്ററി നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമോ? ആരെയും വിളിച്ച് കഴിഞ്ഞാൽ എടുത്തു കൊടുക്കാൻ പറ്റും? എല്ലാം ഒരു വിളിച്ച് ചോദിച്ചാൽ ഹിസ്റ്ററി എടുത്ത് കൊടുക്കാനില്ല. നമുക്ക് ഹിസ്റ്ററി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ RC കോപ്പിയോ മറ്റു കാര്യങ്ങളോ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി മഹീന്ദ്ര TUV ആണ്. TUV KL 53 രജിസ്ട്രേഷൻ, മലപ്പുറം പെരിന്തൽമണ്ണയാണ്. 2015-16 രജിസ്ട്രേഷനുള്ള വാഹനമാണ്. 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ടയർ 4 പുതിയതുണ്ട്. സീറ്റ് കവറും മറ്റു കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വാഹനമാണ്. അപ്പോൾ എടുക്കുന്ന പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല. ഏറ്റവും ഫുൾ ഓപ്ഷൻ T8 ആണ്. ഏറ്റവും ടോപ്പനാണ്. 15 മോഡൽ 16 രജിസ്ട്രേഷൻ. സർവീസ് ചെയ്ത് ഓടിച്ചാൽ മതിയോ അതോ സർവീസ് ചെയ്തിട്ടുണ്ട്? ഏകദേശം ഇപ്പോൾ 66-ോ 67-ലോ സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3,000-4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളൊരു 6,000 കിലോമീറ്ററോ 5,000-6,000 കിലോമീറ്റർ നിങ്ങൾക്ക് സർവീസ് ചെയ്യാതെ തന്നെ ഓടാം. അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. പ്രൈസ് വരുന്നത് 5,20,000 രൂപ. 5,20,000. 4.5-4.25 അവിടെ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം 50,000 രൂപയ്ക്ക് നമുക്ക് XUV സ്വന്തമാക്കാം. ആവറേജ് കണ്ടാൽ ഒരു 7 സീറ്റർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് പുറകിലത്തെ 2 സീറ്റ് വെച്ചാൽ ബൊലേറോൻ്റെ ടൈപ്പാണ് അല്ലേ? ഓപ്പോസിറ്റ് നോക്കിയിരിക്കുന്ന ടൈപ്പാണ്. എന്തായാലും 5,20,000 രൂപയ്ക്കൊരു 7 സീറ്റർ. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് ഇതൊരു സെഡാൻ വാഹനം മാരുതി സുസുക്കി സിയാസ് KL 18 വടകര രജിസ്ട്രേഷനാണ്, കോഴിക്കോട്. പറഞ്ഞോളൂ. ഇത് 2022 മോഡൽ VXI ഹൈബ്രിഡ് ആണ്. പെട്രോളാണ്, മിഡിൽ ഓപ്ഷൻ, ഹൈബ്രിഡ് എഞ്ചിനാണ്. എത്ര മൈലേജ് കിട്ടാൻ ചാൻസ്? മൈലേജ് കമ്പനി പറഞ്ഞ 20 ഒക്കെ കിട്ടുന്നുണ്ട്. ഒരു 17-18 കിട്ടും. ഒരു 17 പിടിക്കാം അല്ലേ? 16-17 പിടിക്കാം. ഓക്കെ. അതായത് കാര്യമായിട്ടുള്ള മെയിൻ്റനൻസോ ഒന്നും വരില്ല അല്ലേ? സിംഗിൾ ഓണർഷിപ്പാണ്. ഇത് 26,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോക്കൽ ഓട്ടോ. ഓക്കെ.
പ്രോപ്പർ സർവീസ് ഉണ്ടോ? പ്രോപ്പർ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഹിസ്റ്ററി. ഇപ്പോൾ ഒരു 500 കിലോമീറ്ററിന് മുമ്പ് സർവീസ് ചെയ്ത് വെച്ചാൽ ഇനി നിങ്ങൾക്ക് ഒരു 9,500 കൂളായിട്ട് ഓടിക്കാം. അതെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് 8,50,000 രൂപ കൊടുക്കാൻ പറ്റും. 8.5 ലക്ഷം അല്ലേ? ഓക്കെ. 8.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഒരു അടിപൊളി പെട്രോൾ സിയാസ് മാനുവൽ, ഇത് മാനുവൽ സിയാസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് ഫുൾ എമൗണ്ട് ലോണും കൊടുക്കും. ഫുള്ള് കയറും, ഉറപ്പാണ്. കസ്റ്റമർ ഇങ്ങോട്ട് വന്നിട്ട് എന്താ എനിക്ക് ഫുള്ള് അവരുടെ ട്രാക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് ലോൺ കയറും. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ. അവർ സിബിലിന്റെ ഇഷ്യൂ ഇല്ല, ഇൻകം പ്രൂഫ് കാണിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫുൾ ലോൺ അത്രേ ഉള്ളൂ. അടുത്ത വണ്ടി പെട്രോൾ കണ്ടു. ഇനി ഒരു ഡീസൽ സിയാസ് ആണ്, നല്ലൊരു ബ്ലാക്ക് കളർ ഡീസൽ സിയാസ്. എങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. 96,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സീറ്റ. ഓക്കെ. ഡീസൽ ആയിരിക്കും അല്ലേ? ഡീസലാണ്. 96 ഓടി എന്ന് പറഞ്ഞപ്പോൾ തോന്നിയതാണ്. ഡീസലാണ്. ഡീസലാണ്, നല്ല മൈലേജ് ആയിരിക്കും. അതെ. 2022 ഒക്കെ. പിന്നെ ലിമിറ്റഡ് കളറാണ്, ബ്ലാക്ക് ആണ്. ആക്സിഡന്റ് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നീറ്റ് കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. കറക്റ്റ് ചെയ്തു പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ. നീറ്റ് വാഹനം. സീറ്റ എന്ന് പറയുന്ന ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ചെറിയ മാറ്റമുള്ളൂ, സ്റ്റീരിയോയിലൊക്കെ മാറ്റം വരുന്നുള്ളൂ അല്ലേ? ചെറിയ മാറ്റം. ബാക്കി എല്ലാ ഡ്യുവൽ എയർ ബാഗ്, അലൈസ്, എല്ലാ കാര്യങ്ങളും എല്ലാം വരും. മൈലേജ് തന്നെയാണ് ഹൈലൈറ്റ്. പിന്നെ നമ്മൾ വേറെ ഈ ഹോണ്ട, മാരുതി, ടൊയോട്ട വണ്ടികളുടെ ഡീസൽ വണ്ടികൾ എടുത്താൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യമായിട്ടില്ല. വലിയ പണിയൊന്നും വരത്തില്ല. പണി വരില്ല. ഓക്കെ. എത്ര കൊടുക്കാൻ? നമുക്കിത് ലാസ്റ്റ് 7 ചെറിയതായിട്ടുള്ള വ്യത്യാസത്തിൽ കൊടുക്കാൻ പറ്റും. ഒരു 7-7.25 ലക്ഷം രൂപ ലോൺ നമുക്ക് അവൈലബിൾ ആയിട്ട് ലോൺ കിട്ടും. അത്രേ ഉള്ളൂ. 2018 ഡീസൽ സീറ്റ സിയാസ് ആണ്. 7,50,000 വില വ്യത്യാസം. പറയുന്ന വില ഒന്നും ഫിക്സഡ് അല്ല, ചെറിയ രീതിയിൽ മാറ്റങ്ങൾ ചെയ്തു വരും അല്ലേ? അത്രേ ഉള്ളൂ. മാക്സിമം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ വാഹനത്തിന് മാർക്കറ്റ് പ്രൈസ് ഇതിലേറെ കൂടുതലുണ്ട്. ഗ്രിഡ് വാല്യൂ കൂടുതലുള്ളത് കാരണമാണ് ഇതിന് ഫുൾ എമൗണ്ട്, അത് ചെറിയ എമൗണ്ട് നമുക്ക് മുടക്കേണ്ടി വരുന്നത്. കാരണം ഞങ്ങളെ 25ാം വാർഷികം പ്രമാണിച്ച് നമ്മൾ ചെറിയ മാർജിനിൽ കൊടുക്കാണ് എല്ലാം. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വാഹനങ്ങൾക്ക് കിലോമീറ്റർ നമ്മൾ 100% ഗ്യാരണ്ടി ആയിരിക്കും. അത് ഉറപ്പിച്ച് പറയാം. ഓക്കെ. പിന്നെ അതേപോലെ ഞങ്ങൾ എഗ്രിമെന്റ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ എഗ്രിമെന്റിൽ തന്നെ വാറണ്ടി ചെയ്യുന്നുണ്ട്. ഫ്ലഡ് എഫക്റ്റഡ്, മേജർ ആക്സിഡന്റ്, അതായത് ടോട്ടൽ ലോസ്, ഈ ഇങ്ങനത്തെ വാഹനങ്ങളാണെങ്കിൽ മാനുസ് കാർ വേൾഡ് കൊടുത്ത് അതേ വിലക്ക് തന്നെ തിരിച്ചെടുക്കും. അത് ഞങ്ങൾ എഗ്രിമെന്റിൽ തന്നെ ഞങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, വേറെ എന്താ വേണ്ട അതിൻ്റെ വില. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് നമ്മളൊരു പ്രീമിയം ഹാച്ച് ബാക്കിലേക്ക് വന്നിരിക്കുകയാണ്. ടൊയോട്ട ഗ്ലാൻസയാണ്. KL 18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വാഹനം. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്. ഇത് 2020 മോഡൽ, വി ഓപ്ഷനിൽ ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. വി ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. കിലോമീറ്റർ 35,000 ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്, സിംഗിൾ ഓണർഷിപ്പിൽ. ഓക്കെ. നീറ്റ് ക്ലീൻ വണ്ടി. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓക്കെ. ഇത് CVT ആണ്, ഗിയർ ബോക്സ് CVT വരും, MT അല്ല. 2020. ഓക്കെ. ബാക്കി എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് പ്രൈസ് 8,35,000 രൂപ കൊടുക്കാൻ പറ്റും. 2020 വി ഓപ്ഷൻ ഗ്ലാൻസ 8,35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. സിംഗിൾ ഓണർഷിപ്പ് വാഹനം, ഫുൾ കമ്പനി സർവീസ് എല്ലാം ഉണ്ട്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. അതിൽ തന്നെ ഒരു 12 മുതൽ 14 വരെയൊക്കെ മൈലേജ് കിട്ടത്തുള്ളൂ അല്ലേ? അതിൻ്റെ ഉള്ള കിട്ടത്തുള്ള CVT ആണ് ഗിയർ ബോക്സ്. അതിൻ്റെ ഒരു എന്തായാലും ഇതുണ്ടാവും അല്ലേ? ഓക്കെ. ബലേനോ നോക്കുന്നവർക്കും ഇത് പ്രിഫർ ചെയ്യാം. ബലേനോ ഷേപ്പ് വേറെ ഉണ്ട് അല്ലേ? ഇതിന് ഏകദേശം ഒരു 8 ലക്ഷം 8.25 ലക്ഷം രൂപ ലോൺ അവൈലബിൾ ആയിട്ട് 8.25 വരെ ലോൺ കിട്ടുന്നുണ്ട്. ഓക്കെ. മാക്സിമം ആണ് അല്ലേ? ഏകദേശം ഫുൾ ലോൺ തന്നെ പറയാം. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് ന്യൂ ഷേപ്പ് ബലേനോ KL 71 നിലമ്പൂർ രജിസ്ട്രേഷൻ വാഹനം. അതെ. ഇത് 2022 സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. 22 എന്ന് പറയുമ്പോൾ വാറണ്ടി ഇപ്പോൾ 24 വരെയാണോ കൊടുക്കുന്നത്, 25 വരെയാണോ കൊടുക്കുന്നത്? കമ്പനി വാറണ്ടി 50 അല്ല, 20 വർഷം എത്രയാണ് കൊടുക്കുന്നത്? വർഷം 3 വർഷം. 3 വർഷം കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2025 വരെ ഉണ്ടാവും വാറണ്ടി. ഓക്കെ. പെട്രോൾ തന്നെയാണ്. അതെ. അണ്ടർ വാറണ്ടി കിടക്കുന്ന വാഹനം. കമ്പനി വാറണ്ടിയാണ്, വേറെ ഒന്നും പേടിക്കാനില്ല. 2022 ജൂലൈ ആണ് വരുന്നത് അല്ല രജിസ്ട്രേഷൻ? ഓക്കെ. അപ്പോൾ ജൂലൈ വരെ നിങ്ങൾക്ക് കിട്ടും, 25 ജൂലൈ വരെ കിട്ടും അല്ലേ? ഓക്കെ. ഏകദേശം 2 വർഷം ഇനിയും മേലെ ഉണ്ട്, 2 വർഷത്തിന് മേലെ ഉണ്ട്. ഇത് ബാക്കി നമുക്ക് 8 ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും. 8 ലാക്സിന് 50,000 രൂപ മുടക്കിൽ നമുക്ക് ഇതിന് ലോണും അവൈലബിൾ ആയിട്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് തന്നെയാണ്. ഓക്കെ. ഇതേതാ വരിക? CVT അല്ല MT അല്ലേ വരിക? MT. ഓക്കെ. മൈലേജ് കിട്ടും. മാനുവൽ ഓടിക്കുമ്പോൾ തന്നെ ഏകദേശം മൈലേജ് ഏകദേശം. ഓക്കെ. മാക്സിമം ലോണും ഉണ്ട്, ഒന്നും നോക്കാനില്ല, പെട്ടെന്ന് വന്നു. സ്വിഫ്റ്റ് KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ വാഹനമാണ്. ന്യൂ ഷേപ്പ് പറഞ്ഞോളൂ. ഇത് 2018-19 രജിസ്ട്രേഷൻ വരും. ഓട്ടോമാറ്റിക്. അത് VXI. VXI ഓട്ടോമാറ്റിക്. കിലോമീറ്റർ 80,000 കിലോമീറ്റർ.
ആക്സിഡന്റോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം തന്നെ. ഓക്കെ ഓക്കെ. അപ്പോൾ 19 രജിസ്ട്രേഷൻ പറയുന്നത് വെച്ചാൽ എടുത്ത് പറയുന്നത് വെച്ചാൽ രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് നമ്മുടെ വണ്ടിയുടെ 15 വർഷത്തേക്കുള്ള ടാക്സും കാര്യങ്ങളൊക്കെ കണക്കാക്കുക. അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ തന്നെ പറയുന്നത്. അത്രയും കാലം നമുക്ക് അത് കിട്ടും. അതെ. ഓക്കെ. ക്ലെയിം ഒന്നുമില്ലല്ലോ, നീറ്റ് വണ്ടിയല്ലേ? എല്ലാം നമുക്ക് 6,25,000 രൂപക്ക് ഫൈനൽ പ്രൈസിന് കൊടുക്കാൻ പറ്റും. 6.25 ലക്ഷം രൂപയ്ക്ക് 18 മോഡൽ 19 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിന് നമുക്കൊരു ഏകദേശം 6 ലക്ഷം രൂപ വരെ ലോണും അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം നമ്മളിത് കാണിക്കുന്ന ഓൾമോസ്റ്റ് വണ്ടികളും ഫുൾ ലോണിന്റെ അടുത്ത് തന്നെയാണ്. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കുന്നത് 50,000 കൂടിയ ഡൗൺ പേയ്മെന്റ് ഇതുവരെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ക്രിസ്റ്റക്ക് വന്നു, ജീപ്പ് കോമ്പസ് അങ്ങനത്തെ വണ്ടി കണ്ടോ. ബാക്കി ഓൾമോസ്റ്റ് കണ്ടതിനൊക്കെ മാക്സിമം ലോൺ കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വരാം. അടുത്തൊരു പോളോ ആണ്, നല്ലൊരു ബ്ലാക്ക് പോളോ. KL 39 രജിസ്ട്രേഷൻ. ഇന്നലെ ഞാൻ ഒരു രജിസ്ട്രേഷൻ പഠിച്ചു, KL 35 പാല. ഒരാൾ ഇന്നലെ കമൻറ്റ് ചെയ്തു, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടായിരുന്നു. അത് ഞാൻ പഠിച്ചു, ഇനി ഞാൻ മറക്കില്ല. അപ്പോൾ KL 39 എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. എറണാകുളം ഭാഗത്ത് എവിടെയാണ്? തൃപ്പൂണിത്തുറ. ഓക്കെ ഓക്കെ, ഓർമ്മ ഉണ്ടായിരുന്നു, മറന്നുപോയതാണ് ജസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇത് നല്ലൊരു പോളോ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2013. ഇത് പോളോ GT ഡീസൽ GT ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് നമ്മൾ കാണാറുണ്ട്. ഡീസൽ GT ആയിട്ടുള്ളൂ. പിന്നെ അത് ലിമിറ്റഡ് കളർ, ഫുൾ ബ്ലാക്ക് ആണ്. ഫുൾ ബ്ലാക്ക് അല്ല. 1.6 ആണ് CC വരിക. 1600 CC വാഹനമാണ്. കൊടുത്താൽ പറക്കും. അതെ, അങ്ങനത്തെ. ഓക്കെ. അത്യാവശ്യം മൈലേജ് ഉണ്ടാവുമല്ലോ? മൈലേജ് ഉണ്ടാവും. ഒരു 17 വാണ്ടൊക്കെ കിട്ടും. ഒരു 15 15, 16, 17 കിട്ടും, എന്തായാലും കിട്ടും. ഓക്കെ. മോഡല് 2013 മോഡൽ. 13 1.6 ഡീസൽ GT. അതെ. ഓട്ടം 1,14,000 കിലോമീറ്റർ. ഓക്കെ. സർവീസ് പ്രോപ്പർ ആണോ അതോ? കറക്റ്റ് സർവീസ് ഉണ്ട്. കമ്പനി ഉണ്ട്. ഓക്കെ. ഹിസ്റ്ററി ഉണ്ട്. ഓണർഷിപ്പ് സിംഗിളാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. അപ്പോൾ GT ഡീസൽ തപ്പി കിടക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വരും. ഓക്കെ, എന്തായാലും വരും. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് 3,90,000 രൂപക്ക് ഫൈനൽ പ്രൈസ് 3,90,000 സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം. 3,90,000 2013 GT ഡീസൽ വാഹനം. ഡീസൽ GT ആണ്, ഒന്നും നോക്കാനില്ല, പെട്ടെന്ന് തോന്നുന്നു. ഒരു 3 ലക്ഷം ലോൺ വരും. 3-3.25 എന്തായാലും കയറും. ഓക്കെ. കാരണം എന്താ വെച്ചാൽ 10 വർഷത്തെ പഴക്കമുള്ള വാഹനം ആയതുകൊണ്ട് ലോണിന് ചെറിയൊരു ഇതുണ്ടാവും. ഓക്കെ ഓക്കെ, നോക്കാം എന്തായാലും. ഓക്കെ. ടാറ്റ നെക്സോൺ KL 77 രജിസ്ട്രേഷൻ വാഹനം. നെക്സോണിൻ്റെ ഫസ്റ്റ് ഷേപ്പാണ്. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ, 45,000 കിലോമീറ്റർ. XM പ്ലസ് എന്ന് പറയുമ്പോൾ എന്താ മാറ്റം വരുന്നത്? അത് അലൈസും എല്ലാം വരുന്നുണ്ട്. വരുന്നില്ല. ഓക്കെ. XMS എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ സൺറൂഫ് വരും. അത് ഈ മോഡലിൽ ഇല്ലാന്ന് തോന്നുന്നു. ഈ മോഡലില്ല, സെക്കൻഡ് ഷേപ്പിലാണ് വന്നത്. നല്ല കളറാണ്. ഓക്കെ. പെട്രോളാണ്. പെട്രോള് എത്ര ഓട്ടം? ഇത് 45,000. 4 വർഷം കൊണ്ടാണ്. വലിയ റോഡാണ്, നോർമൽ റോഡാണ്. പ്രോപ്പർ ഹിസ്റ്ററി എല്ലാം ഉണ്ടോ? എല്ലാം കറക്റ്റാണ്, എല്ലാം പോയിട്ടുണ്ടല്ലേ. ഓക്കെ. ആദ്യം 5 സ്റ്റാർ വാഹനം അല്ലേ ഇന്ത്യയിലെ ഈ സെഗ്മെന്റിൽ, അതായത് നമ്മുടെ ഇന്ത്യക്കാരുടെ സെഗ്മെന്റിൽ ആദ്യം 5 സ്റ്റാർ വാഹനം. ഓക്കെ. പറഞ്ഞോളൂ, എത്ര കൊടുക്കും? നമുക്ക് 6,75,000 രൂപ കൊടുക്കാൻ പറ്റും. 6.25 ലക്ഷം 2019 XM പ്ലസ് അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്ന നെക്സോൺ ആണ്. ഒരു 5-5.25 ലോൺ വരും. അത് ചെയ്യാൻ പറ്റും. ഓക്കെ. മൈലേജ് ഒരു 11 മുതൽ 15 വരെയൊക്കെ കണ്ടാൽ മതി അല്ലേ. ഒരു 7 സീറ്റർ ഡീസൽ വാഹനമാണ്. KL 56 കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷനുള്ള വാഹനം. എങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞു? ഇത് 2015-16 രജിസ്ട്രേഷൻ വരുന്നത്. അതായത് 16 6 മാസമാണ് വാഹനം ഡെലിവറി ചെയ്തിട്ടുള്ളത്. മാനുഫാക്ചറിങ് 15. ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഓക്കെ. കിലോമീറ്റർ 70,000 ഓടിയിട്ടുള്ള കറക്റ്റ് കമ്പനി സർവീസിൽ വരുന്ന വാഹനമാണ്. ആക്സിഡന്റോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് 5,10,000 രൂപ കൊടുക്കാൻ പറ്റും. 5-10 2016 മോഡൽ 17 രജിസ്ട്രേഷൻ ഫുൾ ഓപ്ഷൻ ഡീസൽ ലോഡ്ജിയാണ്. ഏകദേശം ഒരു 16-17 മൈലേജ് ഉണ്ടാവില്ലേ? 7 സീറ്ററിൽ ഡീസൽ അത്രയും മൈലേജും കിട്ടുന്നുണ്ട്. വെൽ മെയിൻറ്റൈൻഡ് ആണെന്ന് തോന്നുന്നു വണ്ടി കണ്ടിട്ട്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്, നീറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇതേ ഓപ്ഷനിൽ ഒരു വേറെ 2014-15 രജിസ്ട്രേഷനിൽ വരുന്ന മറ്റൊരു വാഹനമുണ്ട്. അത് നമുക്ക് 4,20,000 കൊടുക്കാൻ പറ്റും. 4,20,000 അതുകൊണ്ട് ഇതിൻ്റെ ഒരു കൊല്ലം തൊട്ട് ബാക്കിലുള്ള വാഹനം. അപ്പോൾ അതും ഡീസൽ തന്നെ, സെയിം ഓപ്ഷൻ, എല്ലാം സെയിം തന്നെ. അപ്പോൾ അതുകൊണ്ട് 2 7 സീറ്റർ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതിലൊരു 4.25 ലോൺ വരും. ഒരു 4 ലക്ഷം. ഒരു 1,10,000 കാണും. അത് ചിലപ്പോൾ നെഗോഷ്യബിൾ ആയതുകൊണ്ട് അതിലോട്ട് കണ്ടാൽ മതി. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് മഹീന്ദ്ര XUV 300 ആണ്. KL 2 കൊല്ലം വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 W4 അല്ല, W6 ആണോ? ടോപ്പ് അല്ല 8 ഉണ്ട്. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഇത് ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഇത് നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും.
690 കൊടുക്കാൻ പറ്റും. 690 മാനുവൽ മാനുവൽ W4 2019 മോഡൽ 6,90,000 രൂപയ്ക്ക് ഏകദേശം ഒരു 6.5 ലക്ഷം നമുക്ക് ഇതിന് ലോൺ ചെയ്യാൻ പറ്റും. 6 ലോൺ കിട്ടും. 2019 ഓക്കെ, മാക്സിമം ലോൺ കിട്ടുന്നുണ്ട്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനമാണ് അല്ലേ? ഓക്കെ, XUV300. അപ്പോൾ ഒരു പെർഫോമൻസ് കാർ കൂടെയാണ്. താല്പര്യം ഉണ്ടാവുന്നതിന് കോൺടാക്ട് ചെയ്യാം. ഇനിയും ഒരുപാട് സ്റ്റോക്ക് വാഹനങ്ങളിവിടെ ഉണ്ട്. ഇക്കാരുടെ കാറ്റലോഗ് ഡീറ്റെയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് മാനസ് കാർ വേൾഡിന്റെ ഞങ്ങളുടെ ഓഫീസ് നമ്പറായ 9188551234 എന്ന ഞങ്ങളെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫുൾ വാഹനങ്ങളുടെ കാറ്റലോഗ് ലഭിക്കുന്നതാണ്. പിന്നെ അതേപോലെ ഞങ്ങളുടെ വെബ്സൈറ്റായ www.manuscarworld.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെ ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് സന്ദർശിക്കാം. ഇൻസ്റ്റാ പേജസും ഒക്കെ ഉണ്ട്. അതേപോലെ ഞങ്ങളെ ഈ യൂട്യൂബ്, ഇൻസ്റ്റാ, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറന്നുകൊണ്ട തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ ഒരുപാട് ഗിഫ്റ്റുകൾ ഓഫറുകളെല്ലാം ഉണ്ട്. അത് മറന്നുകൊണ്ട, അത് വീണ്ടും ഫോളോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.